നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. കഷ്ടപ്പാടുകളെ കുറിച്ച് കേട്ടപ്പോ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. എന്താ ദുഃഖകാരണം? അത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ദുഃഖകാരണം പാണ്ഡവന്മാർക്ക് ക്രോധം വർദ്ധിക്കും. ക്രോധം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചു നിർത്താൻ ആർക്കും ആവില്ല. ഈ ദുര്യോധനാദികൾക്കും ആവില്ല. തകർത്ത് കളയും കൗരവ വംശത്തെ മുഴുവൻ. ഇതോർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദുഃഖം. അതുകൊണ്ട് അങ്ങോട്ട് പോകണം എന്ന അനുവാദം അദ്ദേഹത്തിന്റെ സമീപത്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തരില്ല. പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും എന്ന് അദ്ദേഹം ഭയക്കും. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോ വേറൊരു ഭയം കൂടി വന്നിട്ടുണ്ട്. അർജുനൻ കഠിന തപസ് ചെയ്തതിന്റെ കഥകളെല്ലാം അച്ഛനിപ്പോ കേട്ടറിഞ്ഞിരിക്കുന്നു. മന്യതേഭ്യധികാംശ്ചാപി തപോയോഗേന പാണ്ഡവന്മാര് എല്ലാവരും ഇപ്പൊ തപസ്സിലാണ്. അങ്ങനെ തപസ് കൊണ്ട് എന്തുണ്ടാവും? തപസ് കൊണ്ട് കരുത്ത് വർദ്ധിക്കും. പ്രാണങ്ങളുടെ കരുത്ത്, മനസ്സിന്റെ കരുത്ത്, ബുദ്ധിയുടെ കരുത്ത്, ശരീരത്തിന്റെ കരുത്ത്, സിദ്ധിവിശേഷങ്ങൾ പലതും ഉണ്ടാകും. ആയുധങ്ങളുടെ സിദ്ധി ഉണ്ടാകും. അവർ ക്ഷത്രിയരാണ്. അവരെപ്പോഴും കൂടുതൽ കരുത്തുറ്റതായ ആയുധങ്ങളെ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആയുധങ്ങൾ സിദ്ധിയായിട്ട് അവരിലേക്ക് വരും. അർജുനൻ കൈലാസത്ത് പോയതും ഭഗവാനെ തന്നെ കണ്ട് അദ്ദേഹത്തിൽ നിന്നിട്ട് ആയുധങ്ങൾ നേടിയതും, അത് കഴിഞ്ഞിട്ട് ഇന്ദ്രലോകത്തിലേക്ക് പോയതും, അവിടെ നിന്നിട്ട് ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ വേറെയും പലതും നേടിയതും ഒക്കെ ഇദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. യാത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പാണ്ഡവന്മാരെല്ലാം ഇപ്പോൾ ഇവിടുന്ന് പോയ അവസ്ഥയിലല്ല. അവരെ കൂടുതൽ ശക്തന്മാരായി തീർന്നിരിക്കുന്നു. അത് ഓർത്തിട്ട് അദ്ദേഹത്തിന് ഭയം വർദ്ധിക്കുകയാണ്. അവരെന്തെങ്കിലും ഇങ്ങോട്ട് വരും. എന്നാ വരിക? 12 വർഷം കാട്ടിൽ കഴിഞ്ഞ് 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരും, പങ്ക് ചോദിച്ചുകൊണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും കൊടുക്കേണ്ടി വരും. എങ്ങനെ കൊടുക്കും? അതിന് മനസ്സ് സമ്മതിക്കുന്നില്ല. എങ്ങനെ കൊടുക്കാതിരിക്കും? കൊടുക്കാതിരുന്നാൽ അവര് കാട്ടുതീ പോലെ ആളിപ്പടരും. ഇതോർത്തിട്ട് അദ്ദേഹത്തിന് വളരെയേറെ ദുഃഖം. അതുകൊണ്ട് അങ്ങോട്ട് നമ്മെ പോകാൻ അനുവദിക്കില്ല. അഥവാപ്യനുബുദ്ധ്യേത നൃപോസ്മാകം ചികീർഷിതം എന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മൾ വെളിയിൽ പറഞ്ഞിട്ടില്ലാത്ത ആഗ്രഹങ്ങൾ, രഹസ്യ അജണ്ട എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയും. എന്താ? അവിടെ ചെന്നിട്ട് ചതിയില് പാണ്ഡവന്മാരെ സംഹരിക്കുക. അതിവിടെ പറയാൻ പറ്റൂല. ഗുരുജനങ്ങളോട് പറയാൻ പറ്റൂല, അവർ സമ്മതിക്കില്ല. അച്ഛനോട് പറയാൻ പറ്റൂല, സമ്മതിക്കില്ല. വേറെ ആരും അറിയാൻ പാടില്ല. വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ 4 പേരെ അറിയാൻ പാടുള്ളൂ. ദുര്യോധനൻ പറയാണ്, ഞാനും കർണനും ശകുനിയും ദുശാസനും. വേറെ ആരും അറിയാത്ത നമ്മുടെ അസ്മത് ചികീർഷിതം, നമ്മുടെ ആഗ്രഹം ഉണ്ടല്ലോ, അവിടെ ചെന്ന് നടപ്പിലാക്കാൻ പോകുന്നതായ നമ്മുടെ കർമ്മപരിപാടി, അത് അദ്ദേഹം മനസ്സിലാക്കിയാലോ? നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മൾ പറയില്ല. പക്ഷെ അദ്ദേഹം ഏതെങ്കിലും പ്രകാരത്തിൽ ഊഹിച്ചാലോ? നമ്മൾ ഇങ്ങനെ നമുക്ക് ദ്വൈതവനത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്തിനാ ഇവരിപ്പോ ദ്വൈതവനത്തിലേക്ക് പോകുന്നത്? അവർക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ പാണ്ഡവന്മാരോട് മത്സരിക്കാൻ? പാണ്ഡവന്മാരിപ്പോ ദ്വൈതവനത്തിലാണെന്ന് ഇവിടെ ധൃതരാഷ്ട്രൻ അറിഞ്ഞുമിരിക്കുന്നു. ദ്വൈതവനത്തിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരും കൂടെ ദ്വൈതവനത്തിൽ എന്തിനാ പോകുന്നേ? പോകേണ്ട അത്യാവശ്യങ്ങളും ഇല്ല, ഒരു കാര്യവുമില്ല. പിന്നെ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോണേ? അപ്പൊ അവരുമായിട്ട്
അടിയുണ്ടാക്കാനാണ്. അടിയുണ്ടാക്കിയാലോ പിന്നെ ദുര്യോധനാദികൾ ആരും തിരിച്ചു വരില്ല. അപ്പോ അദ്ദേഹം നമ്മുടെ ആ ഗൂഢമായ പദ്ധതിയെക്കുറിച്ച് സംശയിച്ചാൽ അദ്ദേഹം അനുവദിക്കില്ല. ഏവമപ്യായതിം രക്ഷൻ നഭ്യനുജ്ഞാതുമർഹതി. അപ്പോ ഭാവിയില് ഒന്നുകിൽ നമ്മൾ അവിടെ ദ്വൈതവനത്തിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പാണ്ഡവന്മാർ തിരിച്ച് ഹസ്തനാപുരത്തേക്ക് പങ്കും ചോദിച്ച് വരുമ്പോ വലിയ കുഴപ്പത്തിന് ഇത് പുതിയൊരു കാരണത്തെ ഉണ്ടാക്കും എന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ആപത്തുണ്ടാകരുത് എന്ന് സങ്കല്പിച്ച് അച്ഛൻ മഹാരാജാവ് നമ്മെ അങ്ങോട്ട് പോകാനായിട്ട് അനുവദിക്കില്ല. വിശേഷിച്ചും അദ്ദേഹത്തിന് സംശയം വരാനുള്ള കാരണം ഇതാണ്. നഹിദ്വൈതവനെ കിഞ്ചിത് വിദ്യതന്യത് പ്രയോജനം. ഈ പാണ്ഡവന്മാരെ ചെന്ന് കണ്ട് അവരുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുക എന്നതല്ലാതെ വേറൊരു പ്രയോജനം ഇപ്പോൾ ദ്വൈതവനത്തിൽ പോകുന്നത് കൊണ്ടുണ്ടോ? ഇതല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ പിന്നെ ഇവര് അതിനു വേണ്ടിയിട്ടാകാം പുറപ്പാട് എന്ന് അദ്ദേഹം ഊഹിക്കും. അപ്പോ അദ്ദേഹം സമ്മതിക്കില്ല. യഥാർത്ഥത്തിൽ അവിടെ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉത്സാദനമൃതേ തേഷാം വനസ്ഥാനം മഹാദ്യുതേ. ആ കാട്ടിൽ പാർക്കുന്നവരായ അവരെ, ആ പാണ്ഡവന്മാരെ വേരോടെ പിഴുതു കളയുക, നശിപ്പിക്കുക. അതല്ലാതെ വേറൊരു പ്രയോജനമോടെ പോകുന്നത് കൊണ്ടില്ല, വേറൊരു കാര്യവും അവിടെ ചെന്നുകൊണ്ട് നേടാനില്ല എന്ന് അദ്ദേഹം ഊഹിക്കും. അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. അങ്ങനെ ഊഹിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്തോ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പോകണ്ട എന്ന് പറയും. അതുകൊണ്ട് അല്ലയോ കർണ, അല്ലയോ അമ്മാവ, നമ്മളുടെ ഈ ആഗ്രഹം നടത്തിയെടുക്കുന്നതിന് വലിയൊരു തടസ്സമായിട്ട് അച്ഛൻ നിൽക്കുന്നുണ്ട്. അതാണ് എന്നെ ഇപ്പോ ക്ലേശിപ്പിക്കുന്നത് എന്ന് ദുര്യോധനൻ തന്റെ ദുഃഖകാരണവും അവരോട് പറയും. ഇനി അതിനെ, ആ തടസ്സത്തെ എങ്ങനെ അതിലംഘിക്കാം, അത് ചിന്തിക്കണം. കർണൻ കണ്ടുപിടിച്ച മാർഗം, കർണനാ കണ്ടുപിടിച്ച്. നമുക്ക് അത് നാളെ ചർച്ച ചെയ്യാം. നാളെ രാത്രി 8:30 ഇതേപോലെ ഒരുമിച്ച് കൂടാം. ആസുരി സമ്പത്ത് ഉള്ള ആളുകളുടെ ആചാര രാഹിത്യം, സജ്ജനാചാരങ്ങളില്ലായ്മ, ദുർജനാചാരം മാത്രം അവരുടെ ഹൃദയത്തില് പർവ്വതാകൃതിയില് പ്രവർത്തിക്കുന്ന ആ അവസ്ഥ, അതിനെ നമുക്കിങ്ങനെ ഈ സന്ദർഭത്തിലൂടെ നേരിട്ട് കാണാം. ഇങ്ങനെ എല്ലാ കാലവും ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ പ്രവൃത്തികളെ നോക്കുമ്പോഴേക്കും ഇത് സജ്ജനാചാരവും ദുർജനാചാരവും ഒക്കെ നമുക്ക് വേർതിരിച്ചറിഞ്ഞിട്ട് മനുഷ്യരേത് പ്രകൃതക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഈ പ്രപഞ്ചത്തെ ശാന്തിയിലേക്ക് എത്തിക്കാൻ എന്താ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാം. നമ്മുടെ തന്നെ മനസ്സിൽ അശാന്തിയുടെ വിളനിലമായിരിക്കുന്ന ഈ ആസുരി സമ്പത്ത് വളരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ആ ആസുരി സമ്പത്തിന്റെ ആ ഓരോരോ അംശങ്ങളെയും വേരോടെ പിഴുതെടുത്ത് ദൂരേക്കെറിയാനും ഈ കഥ, ഈ ഗീതാവാക്യം, ഇത് രണ്ടും കൂടി ഒന്നായിട്ട് നിൽക്കുകയാണല്ലോ, നമുക്ക് പ്രയോജനപ്പെടുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച്, മനുഷ്യ മനസ്സിനെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഇത്ര സൂക്ഷ്മമായ അപഗ്രഥനം ലോകത്തിൽ ഒരു സാഹിത്യകൃതിയിലുമില്ല. ഇതൊരേ സമയം സാഹിത്യമാണ്, അതേസമയം പ്രഗാഢമായിരിക്കുന്ന ശാസ്ത്രവുമാണ്. ശാസ്ത്ര സാഹിത്യമെന്നോ സാഹിത്യശാസ്ത്രമെന്നോ ഈ രണ്ട് വാക്കുകൾ ഇന്ന് പ്രയോഗത്തിലുണ്ട്. അത് ഈ അർത്ഥത്തിലല്ല. മഹാഭാരതത്തിന് ചേർന്നിരിക്കുന്നതായ ഈ ഉദാത്തമായ അർത്ഥത്തിലല്ല, ലൗകികമായ അർത്ഥത്തിലാണ് ശാസ്ത്ര സാഹിത്യമെന്നും സാഹിത്യശാസ്ത്രമെന്നും ഒക്കെ പറയുക. അതിനേക്കാൾ ഏറെ വളരെ ഉയർന്ന് ശാസ്ത്രം തന്നെ, ഗീതാശാസ്ത്രം തന്നെ മഹാഭാരത കഥയായി നിൽക്കുന്നു. മഹാഭാരത കഥ തന്നെ
അതിൻ്റെ ആത്മസ്വരൂപമായ ഗീതയായിരിക്കുന്നു. അതാണ് ശാസ്ത്ര സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യ ശാസ്ത്രം എന്ന അഭിന്നമായ സ്ഥിതിയെ നാം മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ ഈ പരിശ്രമം നമുക്ക് തുടർന്ന് നടത്താം. നാളെ രാത്രി 8:30 ഒരുമിച്ച് കൂടാം. നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.